ഞാനിപ്പോൾ ടർക്കിയിൽ നെവഷീർ എയർപോർട്ടിലാണ്. ഇവിടുന്ന് ഇസ്താൻബുളിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കുക. ശരിക്കും ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രവും കോഴിക്കോടൊന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തേ ഇല്ല. കാരണം നാട്ടിലാണ് നല്ലത്. ഇത് ജസ്റ്റ് ഒരു ഹോള്. ഇതാണ് ടോട്ടൽ എയർപോർട്ട് ഇതാണ്. പക്ഷെ ഇതൊക്കെ മതിയോ നമുക്കൊരു എയർപോർട്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി പലർക്കും പല സങ്കല്പങ്ങളായിരിക്കാം. ഒരു എയർപോർട്ട് എന്ന് പറയുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കാണിക്കുന്ന ഈ കറക്കം, ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇതിൽ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോരോ കൗണ്ടറുകൾ തുറന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇത് എയർപോർട്ട് അതോറിറ്റിയുടെ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ വല്ല ആൾക്കാരായിരിക്കും ഇവിടെ. പിന്നെ എന്താ പറയുക, അത് അവിടെ എയർപോർട്ട് സെക്യൂരിറ്റി ഉണ്ട്, പോലീസ് ഉണ്ട്. അത് രണ്ടാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. നമ്മുടെ നാട്ടിൽ പോലീസുകാർ എയർപോർട്ടിൻ്റെ ഉള്ളിലുണ്ടാവാറില്ല. പിന്നെ ടർക്കിഷ് എയർലൈൻസിൻ്റെ കൗണ്ടർ അവർ തുറന്നിട്ടില്ല, അവർ ആൾക്കാർ എത്തിയിട്ടില്ല. സോ ടർക്കിഷ് എയർലൈനിൻ്റെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനപ്പോൾ ടർക്കിഷ് എയർലൈനിൽ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇതാണ് ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നമുക്ക് ആകെ കാണുന്നൊരു സംഭവം. വേറെ ഒന്നുമില്ല. കണ്ടോ, ഒരേ ഒരു കൗണ്ടർ സ്റ്റാഫ്, 2 കൗണ്ടർ സ്റ്റാഫ്. ബെൽറ്റ് എന്നൊക്കെ പറയാൻ ആകെ ഇതേ ഉള്ളൂ. ബെൽറ്റ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ വേറെ രാജ്യത്ത് ചെന്ന് അവരുടെ നാട്ടുകാരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ, ഞങ്ങൾ ഒരു കുറച്ച് മലയാളികളും ബാക്കി എല്ലാവരുടെ നാട്ടുകാർ, അത്രയേ ഉള്ളൂ. കണ്ടോ, പോലീസുകാർ ഒരു ചായ കുടിച്ച് വരുന്നു. എയർലൈൻ സ്റ്റാഫ് ഉണ്ട്, പാസ്പോർട്ട് കൺട്രോൾ ഉണ്ട്, സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൊരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ